നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് 20% CAGR കിട്ടുന്ന വലിയ കമ്പനീസ് എങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സേഫ് ആയിട്ട് നല്ല റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ജിബിൻ, ഞാനൊരു ഇടുക്കിക്കാരനാണ്, ഞാനൊരു സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു മെത്തേഡിൻ്റെ കുറച്ച് ഫ്യൂച്ചേഴ്സ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്താണ്? ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പം ട്രേഡിങ്ങും ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും ഒന്നുമല്ല, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അതായത് വളരെ സിമ്പിളായിട്ട് നോർമലായിട്ടുള്ള ഒന്നും കൂടുതൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒന്നും അറിയത്തില്ലാത്തവർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നല്ലൊരു റിട്ടേൺ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ഒരു മെത്തേഡാണ്. ഇനി ഇതിൻ്റെ അത് നമുക്ക് ഒന്നിച്ച് ലംസമായിട്ട് ക്യാപിറ്റൽ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല SIP ആയിട്ട് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വീക്കിലും എങ്ങനെയാണെങ്കിലും ചെറിയ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു പാസീവായിട്ട് ഇൻകം കിട്ടും. ഒപ്പം തന്നെ ഈ 20% CAGR ഫ്യൂച്ചറിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിലെ ഒരു കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. വലിയൊരു എമൗണ്ടിലേക്ക് കോമ്പൗണ്ടിങ്ങിലൂടെ എത്തും നമ്മുടെ ക്യാപിറ്റൽ. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു പാസീവായിട്ട് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും സ്റ്റോക്ക് ഡിവിഡൻറ്റിൻ്റെ രൂപത്തിൽ. ഇനി സെക്ടർ ടോപ്പ് കമ്പനീസ് വിത്ത് 20% CAGR ലാസ്റ്റ് 20 years, അതായത് കഴിഞ്ഞ ഏതൊരു കമ്പനിയും ഒരു 20 വർഷം മുമ്പ് തന്നെ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പിക്ക് ചെയ്യുള്ളൂ. മിനിമം 20 വർഷം, അതായത് കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് 20% CAGR തന്നുകൊണ്ടിരിക്കുന്ന കമ്പനീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു മെത്തേഡിൽ പിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, നമുക്ക് ജെന്യൂനിറ്റി കൂടുന്നു, പൊട്ടൻഷ്യൽ കൂടുന്നു, സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നു, നമ്മുടെ ചുറ്റും കണ്ട് കേട്ട് മുമ്പോട്ട് പോകുന്ന കമ്പനീസ് ആയിരിക്കും എടുക്കുന്നത്. നമ്മൾ ഏത് മെത്തേഡാണെങ്കിലും അതിൻ്റെ അകത്ത് റിസ്ക് റിവാർഡ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓരോ സെക്ടറിലും അല്ലെങ്കിൽ ഓരോ തീമിലും, ഇപ്പം ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലെ ഒരു ബാങ്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു ബാങ്ക് നമ്മൾ പിക്ക് ചെയ്തു, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി സെക്ടറിലെ ഒരു ബാങ്ക് പിക്ക് ചെയ്തു എങ്കിലും അടുത്ത ഒരു സ്റ്റോക്ക് മറ്റേതെങ്കിലും സെക്ടറിലെ ഒരു കമ്പനി എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ നമ്മളിവിടെ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്, ഓരോ സെക്ടറിലെയും മാർക്കറ്റ് ക്യാപിറ്റൽ ഏറ്റവും കൂടിയ ടോപ്പ് കമ്പനീസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറൻറ്റ് സെക്ടറിൽ നിന്നായിരിക്കും ഓരോ സ്റ്റോക്കുകളും പിക്ക് ചെയ്യുന്നത്, ഡിഫറൻറ്റ് സെക്ടർ അല്ലെങ്കിൽ ഡിഫറൻറ്റ് തീം. ഓക്കെ, അപ്പം നെവർ ആവറേജ് മോർ ഇൻ എ സിംഗിൾ സ്റ്റോക്ക്. അതായത് ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്തു, SIP ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ ലംസമായിട്ടാണ് ഇട്ട് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിലും ഒരുപാട് ആവറേജ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എത്രയാണോ ഒരു സ്റ്റോക്കിൽ നമ്മൾ മാറ്റി വെക്കുന്നത് അത്രയും എമൗണ്ട് മാത്രം ആ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വരുന്ന SIPകൾ പുതിയ സെക്ടർ കണ്ടെത്തി, പുതിയ സെക്ടറിൽ കഴിഞ്ഞ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനികൾ കണ്ടെത്തി, അതിൻ്റെ അകത്ത് 20% ഏകദേശം CAGR തന്ന കമ്പനീസ് കണ്ടെത്തി അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മോർ ദാൻ 20 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള കമ്പനികൾ നമ്മൾ കണ്ടെത്തുന്നതനുസരിച്ച് നമുക്ക് അവിടെ ജെനുവിനിറ്റി കൂടുന്നു, അതുപോലെ തന്നെ റിസ്ക് അവിടെ കുറയുന്നു. ഇനി നമുക്ക് സെറ്റ് വെയിറ്റേജസ്, അതായത് ഞാൻ ഡിസ്കസ് ചെയ്തു, അതായത് ഒരു കമ്പനിയിൽ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം 1 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് 50,000 രൂപ നമുക്ക് പ്രൈവറ്റ് ബാങ്കിൽ ഒന്നിച്ച് സെലക്ട് ചെയ്യാതെ, ഒരു എക്സാമ്പിൾ പറയുവാണ്, നമുക്ക് അതിൻ്റെ അകത്ത് ഒരു പോർഷൻസ് ഡിവൈഡ് ചെയ്യാം, വെയിറ്റേജ് കൊടുക്കാം. അതായത് പ്രൈവറ്റ് ബാങ്കുകൾക്ക് ഒരു 20%, പബ്ലിക് സെക്ടറിലെ ഒരു ബാങ്കിന് വേണമെങ്കിൽ ഒരു 5%, അതുപോലെ തന്നെ നമുക്ക് FMCG, അതുപോലെ തന്നെ ഫാർമ സെക്ടറിന് 10%, അങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ വെയിറ്റേജസ് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇനി മുമ്പോട്ട് പോയി നമുക്ക് ഓരോ സ്റ്റോക്കുകളും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഹോം പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. നല്ലൊരു ആപ്ലിക്കേഷനാണ്, നമുക്ക് ട്രേഡ് ചെയ്യാനാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അപ്സ്റ്റോക്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്യൂച്ചർ തരുന്നുണ്ട്. നമ്മൾ സ്റ്റോക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു തീംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ തീംസിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഒന്നിച്ച് ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ ഇന്ത്യയിലുള്ള കമ്പനീസ് എല്ലാം, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് എല്ലാം ഒന്നിച്ച് ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എനർജി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള തീംസ് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു ഓരോ തീംസിൽ നിന്നും ഓരോ സ്റ്റോക്സുകൾ പിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെക്ടറിൽ, ഗൂഗിളിലാണെങ്കിലും ഓരോ സെക്ടർ എടുത്തിട്ട് ആ ഒരു സെക്ടറിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള സ്റ്റോക്കുകൾ സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന തീം,
അല്ലെങ്കിൽ മോട്ടോർ സെക്ടർ. അപ്പോൾ ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞ തീം എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡെയിലി ചേഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മാർക്കറ്റ് ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ള കമ്പനി. അതിനുശേഷം ടാറ്റ മോട്ടോഴ്സ് ആണ്, അതിനുശേഷം പവർ ഗ്രിഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ടാറ്റ പവർ. അപ്പം ഇവിടെ ഈ പവർ ഗ്രിഡൊക്കെ വരാൻ കാരണം എന്താണ്? നമ്മൾ EV സെക്ടറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒന്നുകിൽ മഹീന്ദ്ര പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ പവർ ഗ്രിഡ് പിക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ജസ്റ്റ് ഒരു ഐഡിയ ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം M&Mൻ്റെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ M&Mൻ്റെ ആദ്യമേ നമ്മൾ എന്താണ് നോക്കേണ്ടത്? 20 വർഷത്തെ കമ്പനിയുടെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് 20 വർഷത്തിൻ്റെ കമ്പനിയുടെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 20 വർഷത്തിനുണ്ട്. അപ്പോൾ നമുക്ക് 2005 മുമ്പ് തുടങ്ങിയ സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് 2005, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ മാസമാണ്. അപ്പോൾ നമുക്ക് 2005 ഏപ്രിൽ മാസം ഇതിൻ്റെ വാല്യൂ എത്രയായിരുന്നു എന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ CAGR നോക്കേണ്ടതായിട്ടുണ്ട്. 20% CAGR തന്നിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസം നമുക്ക് 55 രൂപയായിരുന്നു ഇതിൻ്റെ CAGR. ഓക്കെ, 55 രൂപയായിരുന്നു ഇതിൻ്റെ വാല്യൂ. ഇപ്പോഴത്തെ വില എത്രയാണ്? 2679 രൂപ. അപ്പോൾ 20 വർഷത്തിനുള്ളിൽ 2679. അപ്പോൾ 18,000% നമുക്ക് റിട്ടേൺ കിട്ടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ബട്ട് ഇതല്ല നമ്മൾ നോക്കേണ്ടത്, ഓൾ ടൈം റിട്ടേൺ അല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ടോട്ടലായിട്ട് 20% വെച്ച് CAGR ഈ ഒരു കമ്പനി തന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ വർഷവും 20% വെച്ച് കോമ്പൗണ്ടിങ് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ 55 എന്ന പ്രൈസ് തൊട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രൈസ് വരെ 2679 വരെയുള്ള CAGR കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഗൂഗിളിൽ CAGR കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ICICI ഡയറക്റ്റിൻ്റെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 55 രൂപയായിരുന്നു 2005 ഏപ്രിൽ. ഇപ്പോൾ അതിൻ്റെ വില 2679 രൂപയാണ്. അപ്പോൾ നമുക്ക് 20 വർഷത്തെ ഡ്യൂറേഷനാണ് നോക്കുന്നത്. നമുക്ക് M&M 21.45% CAGR തന്നിട്ടുണ്ട്. ഒപ്പം പാസീവ് ഇൻകമായിട്ട് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന തീമിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ സെക്ടർ എന്ന തീമിൽ നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ജസ്റ്റ് ആ ഒരു തീമിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള M&M എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് ആ ഒരു സെക്ടറിൽ നമുക്ക് ഈ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 നമ്പർ 3 ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഏതാണോ CAGR 20% തരുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ടോപ്പിൽ, ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ളത് തന്നെ എടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നമ്പർ 2 നമ്പർ 3യിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു സെക്ടറിൽ നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ഡിജിറ്റൽ ഇന്ത്യയിലോട്ട് പോകാം. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയിലോട്ട് നമ്മൾ പോകുമ്പം ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. കമ്പനീസ് പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് ഡ്യൂ ടു ഡിജിറ്റലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ഫുഡ്, ബിവറേജസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ടറിൽ പെർഫോം ചെയ്യുന്ന കമ്പനീസാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇട്ടു. അപ്പം നമുക്കിവിടെ ഭാരതി എയർടെൽ, സൊമാറ്റോ, ഇൻഫോ എഡ്ജ് ഇങ്ങനെയുള്ള കമ്പനീസാണ് കിട്ടുന്നത്. നമുക്ക് ഭാരതി എയർടെൽ നമ്മൾ നോക്കാം. ഭാരതി എയർടെൽ 20 വർഷം പഴക്കമുള്ള കമ്പനിയാണോ? അതെ, 20 വർഷം, 2003, 2002 പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2005 ഏപ്രിൽ മാസം ഏകദേശം 100 രൂപ 101 രൂപ നിന്ന കമ്പനിയാണ്. ഇപ്പോൾ 1890 നിൽക്കുന്നത്. അപ്പോൾ 100ൽ നിന്ന് 1890, 100 CAGR 100, 1890. അപ്പോൾ നമുക്കിവിടെ 20 വർഷം കൊണ്ട് CAGR എത്രയാണ്? 15% ഈ ഒരു ഭാരതി എയർടെൽ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യണോ? വേണമെങ്കിൽ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഐഡിയ മനസ്സിലാക്കുക. നമ്മൾ 20% CAGR ഈ ഒരു സെക്ടർ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുണ്ട്, ഫ്യൂച്ചറിൽ വളരും എന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം, സൊമാറ്റോ ലിമിറ്റഡിലേക്ക് പോകാം. ഇപ്പോൾ സൊമാറ്റോ ലിമിറ്റഡ് ഇത്രയും 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. നമുക്കിത് നമുക്കിവിടെ 2021 തൊട്ടാണ്. അപ്പോൾ ഈ ഒരു കമ്പനി നമുക്ക് ഇവിടെ അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഇൻഫോ എഡ്ജിലേക്ക് പോകാം. ഇൻഫോ എഡ്ജിലേക്ക് പോയി കഴിയുമ്പോൾ എത്രയുണ്ട്? നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? 2006 തൊട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2005 തൊട്ടില്ല, എന്നാലും 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 158 എന്ന് 2006 ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം 6734 വന്നിട്ടുണ്ട്. അപ്പോൾ 158 6734. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു 19 വർഷം എന്ന ഒരു ചേഞ്ച്മെൻറ്റ് വരുത്തുകയാണ്. അപ്പോൾ നമുക്കിവിടെ 21% കിട്ടിയിട്ടുണ്ട്. അപ്പം കൊള്ളാം, ഒട്ടും മോശം എന്ന് പറയാനില്ല. നമ്മൾ 20 വർഷം തന്നെ വേണമെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഫ്ലെക്സിബിലിറ്റി വരുത്താം. ഓക്കെ, അപ്പോൾ അതല്ല, നമുക്ക് ഇൻഫോ എഡ്ജ് എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് ഒട്ടും ഐഡിയ ഇല്ല, നമുക്ക് ഇഷ്ടമല്ല, ഒരു ഐഡിയയോ ഇല്ലാത്തൊരു കമ്പനിയാണ്, നമുക്കത് അവോയ്ഡ് ചെയ്യാം. അത് നമ്മുടെ ഒരു ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടർ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിങ് സെക്ടറിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ പ്രൈവറ്റ് സെക്ടറുകളും മാർക്കറ്റ് ക്യാപിറ്റൽ ഏറ്റവും ടോപ്പിലേക്ക് ഇടാം. അപ്പോൾ HDFC ബാങ്കാണ് ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ള ഒരു ബാങ്ക്. നമുക്ക് HDFC ബാങ്കിന് നമുക്ക് നോക്കാം. 20 വർഷത്തെ ഉണ്ടോ? 20 വർഷത്തെ ഉണ്ട്. നമുക്ക് 2005 എത്രയാണ് ഇതിൻ്റെ പ്രൈസ്? 2005 നമുക്ക് ഏപ്രിൽ നമുക്ക് ഏകദേശം 53 രൂപയാണ്. ഇപ്പോൾ 1906 ഉണ്ട്. നമുക്ക് 53ൽ നിന്ന് CAGR എത്രയെന്ന് നമുക്ക് കണ്ടെത്താം. 53, 1906, 20 വർഷം. നമുക്ക് 19.62% CAGR തരുന്നുണ്ട്. അപ്പം ഒട്ടും മോശമല്ല, 20നോട് അടുത്ത് തന്നെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള ബാങ്കേഴ്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം.
അടുത്ത നെക്സ്റ്റ് ബാങ്കിലേക്ക് പോകാം, ICICIയിലേക്ക് പോകാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലേക്ക് പോകാം. ICICIയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? ICICI നമുക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. 2005 ഏപ്രിൽ എത്രയായിരുന്നു പ്രൈസ്? ഏകദേശം 65 ആയിരുന്നു ഏകദേശം പ്രൈസ്. 1406. അപ്പം 65 നിന്ന് 1400 CAGR കുറവാണ് വരുള്ളൂ. 65 1406. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് അറിയിക്കുക, കൂടുതൽ വീഡിയോസ് വരും. അപ്പോൾ നമുക്ക് CAGR എത്രയാണ്? 16% കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് HDFCയുടെ കൂടത്തിൽ തന്നെ പോകാം. റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകാം. ഓരോ സെക്ടർ അല്ലെങ്കിൽ ഓരോ തീം കണ്ടുപിടിച്ച് നമ്മൾ IT സെക്ടറിലേക്ക് പോകാം. IT സെക്ടറിൽ നമുക്ക് ഒരുപാട് കമ്പനീസ് കിട്ടും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മാർക്കറ്റ് ക്യാപിൽ ഏറ്റവും കൂടുതലുള്ള TCS, ഇൻഫോസിസ്, HCL ടെക് ആണ്. നമുക്ക് TCS വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇൻഫോസിസ് എടുക്കാം. TCSൻ്റെ നമുക്ക് നോക്കാം. 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് 20 വർഷം മുമ്പ് എന്തായിരുന്നു ഇതിൻ്റെ പ്രൈസ്? ഏകദേശം 20 വർഷം മുമ്പ് 139 ഇപ്പോൾ 3300 139 3300 20 വർഷം 17% CAGR ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ CAGR കിട്ടിയ കമ്പനീസ് ഉണ്ടോ? ഇൻഫോസിസ് നമുക്ക് നോക്കാം. 2005 139. ഇവിടെ CAGR കുറവാണ് വരുള്ളൂ. കാരണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. HCL ടെക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് 2005 എത്രയാണ് വന്നേക്കുന്നത്? 2005 ഏപ്രിൽ. നമ്മൾ വീഡിയോ കാണുന്ന സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ ഒരു സമയത്ത് CAGR തന്ന കമ്പനീസ് നോക്കുക. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിലുള്ള കമ്പനീസ് നോക്കുക. 41 1440 41 1440 41 1440 വളരെ നല്ല 19%. അപ്പോൾ നമുക്ക് HCL ടെക് TCSനേക്കാളും കൂടുതൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് HCL ടെക്കിൻ്റെ കൂടുതൽ വേണമെങ്കിൽ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഹെൽത്ത് കെയർ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, FMCG ഉണ്ട്, PSU ഉണ്ട്, മെറ്റൽ ഉണ്ട്, മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, ടൂറിസം ഉണ്ട്, റിയൽ എസ്റ്റേറ്റ്, മീഡിയ ആൻഡ് ഇങ്ങനെ പല സെക്ടർ, പല തീംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പല തീംസ്. അപ്പോൾ നമ്മളെന്താണ് നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ ഓരോ തീമിൽ നിന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഇൻ കേസ് നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ ഇഷ്ടമല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്ടമല്ല, അവോയ്ഡ് ചെയ്യാം. FMCG ഇഷ്ടമല്ല, അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പല സെക്ടറിൽ നിന്ന് ഓരോ സെക്ടർ, ഇൻഡിവിജ്വൽ സെക്ടർ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഏതെങ്കിലും സെക്ടറിൽ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, 20% CAGR കഴിഞ്ഞ 20 വർഷത്തെ കമ്പനിയുടെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം. ഇതെല്ലാം നോക്കി നമുക്ക് ജെന്യൂനായിട്ട് ഒരു ബിഗിനേഴ്സിനും വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി 20% CAGR വെച്ച് നമ്മുടെ ക്യാപിറ്റൽ ഇനി ഫ്യൂച്ചറിലേക്ക് കോമ്പൗണ്ടിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിത്തരാം. ഒപ്പം പാസീവായിട്ട് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ എൻട്രി എടുക്കേണ്ടത് മന്ത്ലി 5000 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് 1-2 സ്റ്റോക്ക് വെച്ച് നമുക്ക് ഓരോ സെക്ടറിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്ത് പോകാം. നമുക്ക് ഈ മാസം ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് നമുക്ക് M&M 2 സ്റ്റോക്ക് മേടിച്ചെങ്കിൽ അടുത്ത വീക്ക് ആകുമ്പോഴത്തേനും നമുക്ക് മറ്റൊരു സ്റ്റോക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സ്റ്റോക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന സ്റ്റോക്കുകൾ പുതിയതായിട്ട് എൻട്രി എടുത്ത് പോകുകയാണെങ്കിൽ നല്ലൊരു വാല്യുവേഷനിൽ എൻട്രി എടുക്കാൻ പറ്റും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് നമുക്ക് M&M, ബാങ്കിങ് സെക്ടറിൽ നിന്ന് HDFC ആണ് എൻട്രി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ കുറേ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഏതാണ് കുറച്ച് കൂടുതൽ വിലക്കുറവിൽ കിട്ടുന്നത്, അതായത് അവരവരുടെ അതേ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏതാണോ വിലക്കുറവിൽ കൂടുതൽ പെർസെൻറ്റേജ് വിലക്കുറവിൽ കിട്ടുന്നത് അത് നമ്മൾ ലോങ് ടൈമിൽ വിലക്കുറവിൽ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്രോത്ത് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് SIP ചെയ്ത് പോകുക. നമ്മൾ പതുക്കെ ക്വാണ്ടിറ്റി കൂടി വരും. അപ്പോൾ നമുക്ക് നല്ലൊരു പാസീവ് ഇൻകം, ഡിവിഡൻറ്റും കാര്യങ്ങളും എല്ലാ രൂപത്തിൽ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, വളരെ ഫലപ്രദമായിട്ടുള്ള മെത്തേഡാണ്. വളരെ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയുടെ ഓണറായി മാറുകയാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോക്കുകൾ റെക്കമെൻഡേഷൻ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തീംസ് കിട്ടും. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ട്രേഡ് ചെയ്യാനും എല്ലാം നല്ലൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എങ്കിലാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് വീഡിയോസ് നല്ല വാല്യുബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പ് നിഫ്റ്റി 50-50 സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു മെത്തേഡ് ചെയ്തിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള നല്ല വാല്യുവേഷനുള്ള സ്റ്റോക്ക് പിക്ക് ചെയ്ത് എൻട്രി എടുക്കുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഡാർബസ് ബോക്സ് അഡ്വാൻസ്ഡ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ചെയ്തിരുന്നു. നല്ല മെത്തേഡാണ്, കണ്ട് മനസ്സിലാക്കുക. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കുറേ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഒറ്റയടിക്ക് പ്രൈസ് ക്യാപിറ്റൽ പ്രോഫിറ്റബിൾ ആകുന്ന മെത്തേഡ്സ് അല്ല, ബട്ട് ലോങ് ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന മെത്തേഡ്സാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. ഇതുവരെ 20% കിട്ടിയെന്ന് വെച്ച് ഫ്യൂച്ചറിൽ 20% കിട്ടണമെന്നുണ്ടോ? ഒരു ഗ്യാരണ്ടീഡ് അല്ല. അതായത് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു റിസ്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കും ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും
ഈ വലിയ ആൾക്കാരൊക്കെ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നവരെ ക്യാഷിനെടുത്ത് അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ ഒറ്റയടിക്ക് വലുതായി പോകേണ്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഒരു റിസ്ക് റിവാർഡിൻ്റെ ഗെയിമാണ്. അതുപോലെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയാണ് ഫ്യൂച്ചറിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പഠനങ്ങൾ നടത്തി ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓക്കെ, താങ്ക് യു, ജയ് ഹിന്ദ്.